ഹായ് ഫ്രണ്ട്സ്, ഞാൻ വീണ്ടും മട്ടൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഈ കറി നമുക്ക് കുറച്ചൊരു നൊസ്റ്റാൾജിക് ഫീൽ ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ടായിരിക്കും മീറ്റിൽ ബ്രെഡ് ഫ്രൂട്ട് ചേർത്ത് കറി വെക്കുന്നത്. അത് വളരെ ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഞാൻ ഇന്നിവിടെ ബ്രെഡ് ഫ്രൂട്ട് ചേർത്ത് കറി വെക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് മട്ടനാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് ഇല്ലാത്തവർ ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു 1/2 കിലോ മട്ടന് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കാരണം ബ്രെഡ് ഫ്രൂട്ട് ഒരു 1/2 കിലോൻ്റെ ബ്രെഡ് ഫ്രൂട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഏകദേശം സെയിം അളവിൽ തന്നെയുള്ള മട്ടൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് വേണ്ട മറ്റുള്ള ഇൻഗ്രീഡിയൻസ്: ഒരു സബോള, ഒരു തക്കാളി, 2-3 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറി ലീവ്സ്. കാരണം ഇത് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇതിന് ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ സബോളയും തക്കാളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് അരിയുക, പച്ചമുളക് നെടുകെ കീറുക, ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു കുക്കർ സ്റ്റൗവിൽ വെച്ചിട്ട് അതിൽ 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് അതിലേക്ക് ആദ്യം തന്നെ സബോളയും തക്കാളിയും ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ സബോളയും തക്കാളിയും ഒന്ന് നന്നായിട്ട് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമ്മൾ 1 ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് മാത്രം നമുക്ക് ഇതിലേക്ക് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇവ നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട മറ്റുള്ള മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ 1 ടീസ്പൂണ് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാല അഥവാ മീറ്റ് മസാല. അത് നന്നായി കരിയാണ്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. 1/4 ഗ്ലാസ് വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ. അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന മട്ടൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഫുള്ള് വിസിൽ വരുത്തേണ്ട, അതായത് ഈ മട്ടൻ വേവാനായിട്ട് 5 മുതൽ 6 വരെ വിസിൽ ആവശ്യം വരും. അപ്പം നമ്മളൊരു 3/4 വേവ്, ഒരു 4 വിസിൽ ഒക്കെ ആകുമ്പോൾ നമുക്ക് ഓഫാക്കാം. അപ്പോൾ മട്ടൻ വേവാൻ വെച്ചതിന് ശേഷം മാത്രം നമ്മൾ ഈ കടച്ചക്ക അഥവാ ബ്രെഡ് ഫ്രൂട്ട് മുറിക്കാൻ നിന്നാൽ മതി. അതിനുശേഷം നമ്മൾ ബ്രെഡ് ഫ്രൂട്ട് നന്നായിട്ടൊന്ന് കഴുകി നമ്മൾ അതിൻ്റെ ഈ ഫ്രണ്ട് പോർഷനൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമ്മൾ തൊലി കളഞ്ഞ് ഇത് വല്ലാണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കേണ്ട, കുറച്ച് വലിയ പീസാക്കിയിട്ട് തന്നെ നമുക്ക് മുറിക്കാം. അതിനുശേഷം നമ്മൾ ഇത് എല്ലാവരും മുറിച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കാം. നമ്മൾ മട്ടൻ വെന്തതിന് ശേഷം മാത്രം ഈ കടച്ചക്ക ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതായത് നമ്മളിപ്പോൾ ഇവിടെ മട്ടന് ഒരു 4-5 വിസിൽ വരുമ്പോൾ നമ്മൾ ഓഫാക്കും. അപ്പോൾ അത് 3/4 വേവ് ആയിട്ടുണ്ടാവുള്ളൂ. അതിന് ശേഷം നമ്മൾ മൂടി തുറന്നിട്ട് വീണ്ടും ഈ കടച്ചക്ക ആഡ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ഒരു വിസിൽ വരുത്തണം. അപ്പോൾ ഇവിടെ ഇപ്പോൾ മട്ടന് ഇവിടെ ഒരു 3/4 വേവായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് മുറിച്ച് വെച്ചേക്കണ കടച്ചക്ക ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ മട്ടന് പല വെറൈറ്റി മട്ടൻ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ 4-5 വിസിലിനൊന്നും മട്ടന് 3/4 വേവൊന്നും ആയെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ അത് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ വിസിൽ വരുത്തണം. അപ്പോൾ മട്ടൻ്റെ നമ്മൾ വെറൈറ്റി അനുസരിച്ച് നമ്മൾ ഏത് മട്ടനാണെങ്കിലും 3/4 വേവാവുന്ന സമയത്ത് മാത്രം നമ്മൾ അതിലേക്ക് കടച്ചക്ക ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ കടച്ചക്ക ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി മിക്സ് ആക്കിയിട്ട് വീണ്ടും നമ്മൾ കുക്കർ മൂടി വെച്ചിട്ട് വീണ്ടും ഒറ്റൊരു വിസിൽ വരുത്തിയാൽ മതി. പിന്നെ കടച്ചക്ക ആഡ് ചെയ്ത് കൊടുത്തിട്ട് അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ഉപ്പ് നോക്കാം. കാരണം നമ്മൾ തുടക്കത്തിൽ സബോളയും തക്കാളിയും വഴറ്റുന്ന സമയത്ത് മാത്രം ഞാനിവിടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ നിങ്ങൾ ഈ സമയത്ത് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്കിവിടെ ഉപ്പ് കുറവില്ല, ഉപ്പ് കറക്റ്റ് ആയതുകൊണ്ട് ഞാൻ വീണ്ടും ഇവിടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അതിനുശേഷം മൂടി വെച്ചിട്ട് വീണ്ടും ഒരു വിസിലും കൂടി വരുത്താം. ഒരു വിസിൽ വന്നതിന് ശേഷം നമ്മളിപ്പോൾ ഇവിടെ മൂടി തുറന്ന് നോക്കി. അപ്പോൾ കടച്ചക്ക നന്നായി വെന്തിട്ടുണ്ട്, മട്ടനും വെന്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം.